നമസ്കാരം, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വോക്സ്വാഗൻ്റെ ടൈഗൂൺ എന്ന് പറഞ്ഞ മോഡലാണ്. ആ മോഡലിനെ കുറിച്ച് കൂടുതലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാം. വാഹന രംഗത്ത് ഗ്ലോബലി തന്നെ ഒരു ഭീമന്മാരായിട്ടുള്ള കമ്പനിയാണ് വോക്സ്വാഗൻ. പക്ഷേ അവരെ സംബന്ധിച്ച് അവരുടെ ഇന്ത്യയിലെ കുറച്ച് നാളത്തേക്കുള്ള സ്ഥിതി കുറച്ച് മോശമായിരുന്നു. കാരണം അവരുടെ നമ്മുടെ സർവീസിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു സമയത്ത് കുറച്ച് മോശമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു വോക്സ്വാഗൻ്റെ സ്ഥിതി. പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. കാരണം അവരുടെ പുതിയ പ്രോഡക്റ്റുകളായിട്ടുള്ള വന്നിരിക്കുന്ന ടൈഗൂൺ, അതുപോലെ ടിഗ്വാൻ, ഇതൊക്കെ നല്ല രീതിയിൽ ഇപ്പം മാർക്കറ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ്. ഇടയ്ക്ക് ഒന്ന് ഡിമ്മായെങ്കിലും ഇപ്പോൾ അവർ നല്ല രീതിയിൽ കയറി വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട അവരെ മാർക്കറ്റിൽ പിടിച്ചു നിർത്തുന്ന ഒരു മോഡൽ തന്നെയാണ് ഈ ടൈഗൂൺ. വോക്സ്വാഗൺ നമുക്ക് മെയിനായിട്ട് വരുന്ന വേരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംഫോർട്ട് ലൈൻ. ഇത് കംഫോർട്ട് ലൈനാണ്. ഇതിന് മുകളിലായിട്ട് നമുക്ക് ഹൈ ലൈൻ വരുന്നുണ്ട്, അതുപോലെ ടോപ്പ് ലൈൻ വരുന്നുണ്ട്. പിന്നെ അവർക്ക് ചില ലിമിറ്റഡ് എഡിഷൻ മോഡൽസും അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കംഫോർട്ട് ലൈനാണ്. ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ തോന്നുന്ന ഒരു ഭാഗമാണ് ഇതിൻ്റെ ഹെഡ് ലാമ്പ് വരുന്നത്. ഇത് ഡ്യുവൽ ചേംബർ ഹെഡ് ലാമ്പാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ തന്നെ നമുക്ക് DRLസും വണ്ടിയിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭംഗി എന്ന് വെച്ചാൽ ഇതിൻ്റെ ലോഗോയാണ്. കാരണം ഒരു പ്രീമിയം കാറിൻ്റെ ഒരു ഫീൽ തന്നെ, ഈ ലോഗോ കാണുന്ന സമയത്ത് നമുക്കൊരു പ്രീമിയം കാറിൻ്റെ ഫീൽ തന്നെ കിട്ടുന്ന ഒരു ലോഗോ ആണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ആ ഷേപ്പ് എന്ന് വെച്ചാൽ കുറേ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയറോഡൈനമിക് ഡിസൈൻ പോലെ തന്നെയാണ് വരുന്നത്. കാരണം ഇവിടുന്ന് തന്നെ നമുക്കൊരു ചരിഞ്ഞ് ഒരു എയറോഡൈനമിക് ഡിസൈൻ, ഒരു SUVക്ക് എയറോഡൈനമിക് ഡിസൈൻ വരുന്ന രീതിക്ക് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഫ്രണ്ടിൽ നല്ല ഭംഗി തരുന്ന ഒരു ഭാഗം എന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു ക്രോം ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ക്രോം ഡിസൈൻ എന്ന് വെച്ചാൽ വണ്ടിക്ക് കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടി നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു SUV ലുക്ക് കിട്ടാനായിട്ട് SUV വണ്ടികളുടെ ഒരു പ്രത്യേകത സ്കിഡ് പ്ലേറ്റ് ആണ്. ഈ സ്കിഡ് പ്ലേറ്റ് നമുക്കൊരു സിൽവർ കളറിൽ സ്കിഡ് പ്ലേറ്റ് നമുക്ക് ഈ മോഡലിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് അടുത്ത ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പാസഞ്ചർ സൈഡാണ് വരുന്നത്. പാസഞ്ചർ സൈഡിലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 16 ഇഞ്ച് ടയേഴ്സാണ്. ഇത് നമുക്ക് ടയേഴ്സ് 16 ഇഞ്ച് ടയേഴ്സാണ് നമുക്ക് വരുന്നത്. അലോയ്സ് നമുക്ക് ഇതിൻ്റെ കൂടിയ മോഡലാണ്. ഇത് കംഫോർട്ട് ലൈനിൽ നമുക്ക് അലോയ്സ് അവൈലബിൾ അല്ല. ഇതിൻ്റെ കൂടിയ മോഡലിലാണ് നമുക്ക് അലോയ്സ് കിട്ടുന്നത്. അതുപോലെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആ ഒരു മിററിൻ്റെ ആ ഒരു ഷേപ്പ് എന്ന് വെച്ചാൽ കുറച്ച് ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഷേപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ ഇൻഡിക്കേറ്റേഴ്സും, മിററിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സും അവർ ആ ബേസ് മോഡൽ തൊട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. കിട്ടിയത് നമുക്ക് ഒരു SUV വാഹനത്തെ സംബന്ധിച്ച് മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. നമുക്കിതിന് വരുന്ന സമയത്ത് 188 ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഒരു SUV വാഹനം ഇതേ സെഗ്മെൻറ്റ് വരുന്ന പല വാഹനങ്ങളും 200 മേളിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്ന വാഹനങ്ങളുണ്ടെങ്കിൽ പോലും ഈ 188 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീരെ മോശമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് അല്ല, നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു റൂഫ് റെയിൽസ് വരുന്നത്. റൂഫ് റെയിൽസ് എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഒരു ഷോയ്ക്ക് വേണ്ടി മാത്രം വെച്ചേക്കുന്നതല്ല. ഇത് നമുക്ക് 50 കിലോ വരെ വെയിറ്റ് കപ്പാസിറ്റി ഉള്ള ഒരു റൂഫ് റെയിൽസ് ആണ് വരുന്നത്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് പിടിച്ചൊന്ന് കുലുക്കി നോക്കിയാൽ തന്നെ അറിയാം. വണ്ടി തന്നെ നമുക്ക് കുലുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഫിറ്റിംഗ് വന്നിരിക്കുന്നത്. 50 കിലോ വരെ നമുക്ക് ക്യാരിയർ യൂസ് ചെയ്ത് 50 കിലോ വരെ നമുക്ക് വെയിറ്റ് ഇതിനകത്ത് ചെയ്യാൻ പറ്റും, വെയിറ്റ് ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നമുക്ക് ഇത് ഡോർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കാരണം ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് എന്ന് വെച്ചാൽ കുറച്ച് പ്രീമിയം ലുക്കിലാണ് വരുന്നത്. ഈ മോഡൽസിനകത്ത് വരുന്ന സമയത്ത് നമുക്ക് 7 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. നമുക്ക് ഈ കിടക്കുന്ന വണ്ടിയിൽ നമ്മൾ അഡീഷണൽ അത് മാറ്റി ചെയ്തിട്ടുണ്ട്. 7 ഇഞ്ചാണ് നമുക്ക് ഈ ഒരു കംഫോർട്ട് ലൈനിനകത്ത് വരുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡ് കാര്യങ്ങൾ നോക്കിയാലും അതുപോലെ തന്നെ സെൻട്രൽ കൺസോൾ ആയാലും എന്ന് പറഞ്ഞാൽ സ്റ്റൈലിഷ് ആയിട്ടാണ് നമുക്കിത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ റിയർ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഫോഗ്ഡ് ആയിട്ടുള്ള സ്മോക്ക് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഇതിൻ്റെ ടെയിൽ ലാമ്പാണ്. ടെയിൽ ലാമ്പ് നമുക്ക് കൊടുത്തേക്കുന്ന ആ ഒരു ഡിസൈൻ നമുക്ക് ബാക്കിൽ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടെയിൽ ലാമ്പ് ആയാലും നമുക്ക് ബാക്ക് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ടെയിൽ ലാമ്പ്സ് വരുന്നത്. അതുപോലെ തന്നെ ഈ മോഡലിന് വരുന്ന സമയത്ത് എല്ലാ വേരിയൻസിനും നമുക്ക് സ്പോയിലർ അവൈലബിൾ ആണ്. ഇതിനകത്ത് തന്നെ നമുക്ക് ഹൈ മൗണ്ടഡ് ബ്രേക്ക് ലൈറ്റും വരുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു വേരിയൻറ്റിൽ വരുന്നത് നമുക്ക് നോർമൽ ആൻറ്റിനയാണ് വരുന്നത്. ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള മോഡലോട്ട് ഷാർക്ക് ഫിൻ ആൻറ്റിന നമുക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള കംഫോർട്ട് ലൈനിന് മുകളിലുള്ള മോഡലിലാണ് നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിന വരുന്നത്. ഈ മോഡലിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വരുന്ന സമയത്ത് റിയർ ഡീഫോഗർ വരുന്നത് ഈ മോഡലിനകത്തില്ല. ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള മോഡലോട്ടാണ് നമുക്ക് റിയർ ഡീഫോഗർ വരുന്നത്. അതുപോലെ തന്നെ SUVയുടെ ഒരു സ്കിഡ് പ്ലേറ്റ് ബാക്കിൽ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്രോം ഫിനിഷ് വരുന്നുണ്ട്. അതുപോലെ സേഫ്റ്റിയുടെ ഫീച്ചറായിട്ടുള്ള ബേസിക് ഫീച്ചർ, നമുക്ക് സേഫ്റ്റി ഫീച്ചറായിട്ടുള്ള റിവേഴ്സ് സെൻസർ എല്ലാ മോഡലും നമുക്ക് അവൈലബിൾ ആണ്. ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. 385 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. അത് സെഗ്മെൻറ്റ് ഒരു ബെസ്റ്റ് ബൂട്ട് സ്പേസ് എന്ന് തന്നെ പറയാം. കാരണം പല വണ്ടികൾക്കും 400 ആ റേഞ്ചിലുള്ള ബൂട്ട് സ്പേസ് ഉണ്ടെങ്കിലും ഇതൊരു ബെസ്റ്റ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ്. നമുക്ക് 385 വെച്ചാൽ തീരെ മോശമല്ലാത്തൊരു ബൂട്ട് സ്പേസ് തന്നെയാണ് നമുക്ക് ഈ വാഹനത്തിന് വരുന്നത്.
ബൂട്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് ഈ സാധനങ്ങൾ എടുത്ത് വെക്കാനുള്ള ചില വാഹനങ്ങൾ നോക്കി കഴിഞ്ഞാൽ കുറച്ച് കുഴിയിലായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇത് നമുക്ക് ഈസി ആയിട്ട് എടുത്ത് വെക്കാനും ഇതിനകത്ത് നിന്ന് തിരിച്ചെടുക്കാനും സൗകര്യത്തിന് നല്ല ഹൈറ്റിലുള്ള രീതിയാണെങ്കിൽ പോലും 185 ബൂട്ട് സ്പേസ് എന്ന് വെച്ചാൽ ബെറ്റർ ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് ആണ് നമുക്ക് ഈ വാഹനത്തിന്. ഈ വാഹനത്തിൻ്റെ റിയർ പാസഞ്ചർ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇതിലോട്ട് നിന്ന് കയറി ഇരുന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്കിത് ഏറ്റവും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാഹനമാണ്. കാരണം ഈ വാഹനം ഡ്രൈവ് ചെയ്ത ആൾ ഏറ്റവും നല്ല ഉയരമുള്ള ആളാണ് ഇത് ഡ്രൈവ് ചെയ്തത്. എന്നിട്ട് പോലും ഇത് സീറ്റ് മാക്സിമം ബാക്കിലോട്ട് ഇട്ടിട്ട് പോലും നമുക്ക് ഇത്രയും ഒരു ലെഗ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് ഹെഡ് റൂം ആയാലും നല്ല ഹെഡ് റൂം വരുന്നുണ്ട്. തല മുട്ടുന്ന രീതിയിലുള്ള തരത്തിൽ നല്ല രീതിയിലുള്ള ഹെഡ് റൂം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ റിയർ AC വെൻസ് നമുക്ക് ബേസ് മോഡിലോട്ട് തന്നെ റിയർ AC വെൻസ് വരുന്നുണ്ട്. ഷോൾഡർ റൂം ആയാലും നല്ല ബെറ്റർ ആയിട്ടുള്ള ഷോൾഡർ റൂം ഉണ്ട്. നമുക്ക് ഇതിന് വേറെ പ്രത്യേകത വെച്ചാൽ ഇത് 3 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് 3 ഹെഡ് റെസ്റ്റ് ബാക്കിലത്തെ സീറ്റിൽ വരുന്നുണ്ട്. പല വാഹനങ്ങളിലും 2 ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് 3 ഹെഡ് റെസ്റ്റ് ആണ് നമുക്ക് ഈ വാഹനത്തിന് വരുന്നത്. ഈ വാഹനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമുക്ക് ഡ്രൈവർ സീറ്റ്. ഈ പൊസിഷനിൽ വരുന്ന സമയത്ത് നമുക്ക് കയറി നോക്കിയാൽ നമുക്ക് നല്ല ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. വാഹനം നമുക്ക് ഫ്രണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വിസിബിലിറ്റി നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. അതുപോലെ അതിൻ്റെ സ്റ്റിയറിംഗ് നോക്കി കഴിഞ്ഞാൽ കുറച്ച് സൈസുള്ള സ്റ്റിയറിംഗ് ആണ്. അതുപോലെ ഫ്ലാറ്റ് ബോട്ടം ഡിസൈനാണ് ഇതിനകത്ത് വരുന്നത്. ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് തന്നെ സ്റ്റിയറിംഗ് മൗണ്ടർ ഓഡിയോ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ബേസ് മോഡൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ക്ലസ്റ്റർ എന്ന് വെച്ചാൽ കുറച്ച് ഒരു സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് ഈ ക്ലസ്റ്ററിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. അതിനകത്ത് അത്യാവശ്യം നമുക്ക് വേണ്ട ഇൻഫർമേഷൻ കാര്യങ്ങളെല്ലാം ഈ ഒരു ക്ലസ്റ്ററിനകത്ത് വരുന്നുണ്ട്. അതുപോലെ AC-യുടെ കണക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സെൻട്രൽ കൺസോളിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെയാണ് നമുക്കിത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫോൺ നമുക്ക് ഡ്രൈവിംഗ് ടൈമിൽ ഫോൺ വെക്കാനുള്ള നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഫോൺ വെക്കാൻ രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ സേഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഇത് ഗ്ലോബൽ എൻഗ്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. നല്ല സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒട്ടും പിന്നോട്ട് നോക്കാൻ ഇല്ല. ഒരു 5 സ്റ്റാർ റേറ്റിംഗ് വരുന്നൊരു വാഹനമാണ് വോക്സ്വാഗൻ്റെ ടൈഗൂൺ. ഈ വാഹനത്തിന് നമുക്ക് 2 എഞ്ചിൻ ടൈപ്പാണ് വരുന്നത്. 1 ലിറ്റർ ടർബോയും 1.5 ലിറ്റർ എഞ്ചിനുമാണ് നമുക്ക് ഈ വാഹനത്തിന് വരുന്നത്. ഒരു 3 സിലിണ്ടർ എഞ്ചിൻ ആണെങ്കിൽ പോലും നമുക്ക് ഈ വാഹനം നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം ഒരു വൈബ്രേഷൻ കാര്യങ്ങളൊന്നും ഇല്ല. സ്റ്റിയറിംഗിൽ നമുക്കൊരു വൈബ്രേഷനോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് ഏറ്റവും സ്മൂത്തായിട്ടുള്ള, കാരണം ഇതിന് സൗണ്ട് ഒരു 3 സിലിണ്ടർ എഞ്ചിൻ്റേതായിട്ടുള്ള ഒരു സൗണ്ടോ കാര്യങ്ങൾ ഒന്നും ഈ വാഹനത്തിനകത്ത് വരുന്നില്ല. ഇത് സ്മൂത്താണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി മുമ്പോട്ടൊന്ന് എടുത്ത് നോക്കാം. വണ്ടി നമുക്ക് എടുക്കുന്ന സമയത്ത് തന്നെ ആ ഒരു വൈബ്രേഷൻ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. 3 സിലിണ്ടർ വാഹനങ്ങൾക്കൊക്കെ ഒരു ചെറിയ വൈബ്രേഷൻ ഉണ്ടെങ്കിൽ പോലും ഈ വാഹനത്തിനത് കുറച്ച് പോലും വൈബ്രേഷൻ നമുക്ക് ഈ വാഹനത്തിനകത്ത് വരുന്നില്ല. നമുക്ക് ഈ വാഹനം വരുന്നത് വെച്ചാൽ നമുക്ക് ടർബോ മോഡലാണ് ഈ വാഹനം വരുന്നത്. ഇതിൻ്റെ ടർബോ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 2000 RPM എത്തുന്ന സമയത്താണ് ഇതിൻ്റെ ടർബോ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ 2000 RPM എത്താതെ പോലും നമുക്ക് ഈ വാഹനത്തിന് നല്ല ഒരു പവർ, നമുക്ക് ഇനിഷ്യൽ ഒരു പിക്കപ്പ് നമുക്ക് എടുക്കുന്ന സമയത്ത് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വാഹനം നമുക്ക് ഡ്രൈവും അതുപോലെ തന്നെ വീഡിയോ ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത് മിസ്റ്റർ അഖിലാണ്. അഖിലിനോട് ഈ വാഹനം ഉപയോഗിച്ച് എന്താണെന്നുള്ള അഭിപ്രായം നമുക്കൊന്ന് ചോദിച്ചറിയാം. അഖിൽ, ഈ വാഹനം ഉപയോഗിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഉപയോഗിച്ചിട്ട് നല്ല അഭിപ്രായം തന്നെയാണ്. കാരണം നല്ല ഒരു സ്റ്റെബിലിറ്റി, അതാണ് എനിക്ക് ഇതിൽ ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നുന്നത്. കാരണം വണ്ടി നല്ല സ്മൂത്താണ്. വണ്ടി വളവൊക്കെ വീശിയെടുക്കുവാണെങ്കിലും വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കും. ബ്രേക്കിങ് അതും നല്ലതാണ്. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ്, ഇത് 1 ലിറ്റർ ആണ്. പക്ഷേ നമുക്കൊരു 1 ലിറ്ററിൻ്റെ പെർഫോമൻസ് അല്ല ഇത് തരുന്നത്. അതിലും കുറച്ചുകൂടെ ഒരു 1 ലിറ്റർ ഉപയോഗിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ല പെർഫോമൻസ് ആണ് വണ്ടിക്കുള്ളത്. അപ്പം റീസെൻ്റ്ലി ഞാൻ ഇതുകൊണ്ട് ശബരിമലയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല മഴയത്ത് നൈറ്റിലാണ് പോയത്. അപ്പോൾ ആ റോഡ് അറിയാലോ, എല്ലാം വളവും തിരിവും ഒക്കെ ഉള്ളതാണ്. എന്നിട്ട് പോലും അത്രയും ആ റോഡിൽ നല്ല ഇതിൽ ആ വളവും തിരിവും ആ മഴയത്ത് പോയിട്ട് പോലും നമുക്ക് ആ വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പാളുന്നതായിട്ടൊരു ഫീലോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വണ്ടി എപ്പോഴും അത്ര ഒരു കോൺഫിഡൻസ് ആണ് ഈ വണ്ടി തരുന്നത്. അതിപ്പോ എനിക്ക് യാത്ര ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി. കാരണം വെച്ചാൽ നമുക്കൊരു സെഡാനിനകത്ത് പോകുന്ന ഒരു കംഫർട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. കാരണം ഒരു സ്റ്റെബിലിറ്റി, നമ്മളിപ്പോൾ ജസ്റ്റ് വീഡിയോ നമ്മുടെ കൈ വെച്ച് തന്നെ എടുത്താൽ പോലും നമുക്ക് ഈ വീഡിയോയ്ക്ക് ഇത്ര സ്റ്റെബിലിറ്റി കിട്ടുന്നത് വെച്ചാൽ ഈ വാഹനത്തിന്റെ സ്റ്റെബിലിറ്റിയാണ് അത് പ്രധാനമായിട്ട് പറയേണ്ടത്. കാരണം നല്ല സ്റ്റെബിലിറ്റി എനിക്ക് ഈ വാഹനത്തിൽ ഇപ്പോൾ യാത്ര ചെയ്തിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് പോകുന്ന സമയത്ത് നല്ലൊരു വളവ് വീശിയതാണ്. വളവ് വീശിയിട്ട് പോലും നമുക്ക് ഇതിനകത്ത് ഒരു വീശിയതിൻ്റെ നമ്മുടെ സൈഡിലോട്ട് ഒത്തിരി ചരിഞ്ഞു പോകുന്ന ഒരു ഫീൽ വന്നിട്ടില്ല. കാരണം വണ്ടി അത്ര സ്റ്റെബിലിറ്റി ഉള്ളൊരു വാഹനമാണ്. നമുക്കിപ്പോൾ യാത്ര ചെയ്യുന്ന നല്ല വളവും തിരിവുള്ള റോഡിൽ കൂടി ആയിട്ട് പോലും നമുക്ക് നല്ല സ്റ്റെബിലിറ്റി ഈ വാഹനത്തിന് കിട്ടുന്നുണ്ട്. അതുപോലെ ഇൻറ്റീരിയർ നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
നമുക്ക് ഈ വാഹനം ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ച് ഒരു വോക്സ്വാഗൺ യൂസറെ സംബന്ധിച്ച് മൈലേജ് ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ആളായിരിക്കത്തില്ല. കാരണം ഇതിൻ്റെ മൈലേജ് കമ്പനി ഓഫർ ചെയ്യുന്നത് വെച്ചാൽ ARI സർട്ടിഫൈഡ് മൈലേജ് 19.87 പക്ഷെ നമുക്ക് ഈ വാഹനത്തിന് കിട്ടുന്ന മൈലേജ് അതിൽ നിന്ന് വളരെ കുറവാണ്. അത് ചിലപ്പോൾ സർവീസ് കാര്യങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് കുറച്ചുകൂടെ മൈലേജ് കിട്ടിയേക്കാം. എങ്കിൽ പോലും ഒരു വോക്സ്വാഗൺ യൂസറെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു മൈലേജ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ വോക്സ്വാഗൺ തിരഞ്ഞെടുക്കാറില്ല. അപ്പം മൈലേജ് നമുക്ക് ഇങ്ങനെ എത്ര പെർഫോമൻസ് കിട്ടുന്ന വാഹനത്തിന് മൈലേജ് ഒരു പ്രശ്നമായിട്ട് നമ്മൾ കരുതേണ്ടതില്ല. നല്ല മൈലേജിൻ്റെ ആ ഒരു കുറവ് നമുക്ക് പെർഫോമൻസ് നികത്താൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്, ഇതിൻ്റെ കോമ്പറ്റീഷൻ വാഹനങ്ങൾ വരുന്നത് വെച്ചാൽ മാരുതിയുടെ ബ്രസ, അതുപോലെ തന്നെ കിയ സെൽറ്റോസ്, ആ റേഞ്ചുള്ള വാഹനങ്ങളുമായിട്ടാണ് ഇതിൻ്റെ പ്രൈസിങ്ങിൽ കോമ്പറ്റീഷൻ വരുന്നത്. നമുക്ക് ഏകദേശം 14 lakhs ആണ് നമുക്ക് ഈ മോഡലിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിതിൽ 18 lakh റേഞ്ച് വരെയുള്ള മോഡലുകൾ, ഇതിന് മുകളിലുള്ള ഹൈ ലൈൻ ആയാലും ടോപ്പ് ലൈൻ ആയാലും ആ പ്രൈസിങ് വരെയുള്ള മോഡലുകൾ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു പ്രൈസിങ്ങിനകത്ത് കോമ്പറ്റീഷൻ വരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്താണ് ബ്രസ, അങ്ങനെയുള്ള ഒരു പ്രൈസിങ്ങിൻ്റെ കോമ്പറ്റീഷനാണ്. അതിൽ താഴെയുള്ള പ്രൈസിലുള്ള പല വാഹനങ്ങളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എങ്കിൽ പോലും അതിന് ഒരു നമുക്ക് ഇതിൻ്റെ പവർ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതുമായിട്ട് ഒരിക്കലും അത് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു നല്ല ഒരു വാഹനം എന്ന് തന്നെ പറയാൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വെർത്തായിട്ടുള്ളൊരു വാഹനമാണ് ഈ വോക്സ്വാഗൻ്റെ ടൈഗൂൺ വരുന്നത്. നമുക്ക് ഈ വാഹനത്തിന് വരുന്ന സർവീസ് കോസ്റ്റ് എന്ന് വെച്ചാൽ 35 പൈസ പെർ കിലോമീറ്റർ ആണ് നമുക്ക് ഈ വാഹനത്തിന് വരുന്ന സർവീസ് കോസ്റ്റ്. വോക്സ്വാഗനെ സംബന്ധിച്ച് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സർവീസ് കോസ്റ്റ് ആയിരുന്നു. വളരെ കൂടിയ സർവീസ് കോസ്റ്റ് കാരണമാണ് പല ആൾക്കാർ ഈ ഒരു വാഹനം തിരഞ്ഞെടുക്കാതെ. ഒരു 35 പൈസ ആണ് നമുക്ക് പെർ കിലോമീറ്റർ ആണ് നമുക്ക് ഈ വാഹനത്തിന് നമുക്ക് സർവീസ് കോസ്റ്റ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ സർവീസ് വരുന്നത് വെച്ചാൽ വർഷത്തിൽ ഒരു തവണ അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ കൂടുന്ന സമയത്താണ് ഇതിൻ്റെ സർവീസ് വരുന്നത്. ഇതിന് നോർമൽ നമ്മൾ വാഹനം ഇറക്കുന്ന സമയത്ത് നോർമൽ ഓൺ റോഡ് പ്രൈസിങ്ങിൽ നമുക്ക് 4 year 1 lakh കിലോമീറ്റർ ആണ് നമുക്ക് ഇതിൻ്റെ വാറണ്ടി വരുന്നത്. ഒരു നമുക്ക് 7 year വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാറണ്ടിയാണ് നമുക്ക് ഈ വാഹനത്തിന് കമ്പനി ഓഫർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പം ഈ ഒരു സർവീസ് കോസ്റ്റിനെ ഉദ്ദേശിച്ച് പല ആൾക്കാരും ഈ വാഹനം ഒന്നും മടിച്ചിരുന്നെങ്കിൽ പോലും ഈ സർവീസ് കോസ്റ്റ് കമ്പനി വളരെ കുറച്ചിട്ടുണ്ട്. കാരണം 35 പൈസ പെർ കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലുള്ള ഒരു സർവീസ് കോസ്റ്റ് മാത്രമാണ് നമുക്ക് വരുന്നത്. അത് മാത്രമല്ല 15,000 കിലോമീറ്റർ അല്ലെങ്കിൽ വർഷത്തിൽ ഒരു സർവീസ് മാത്രം നമുക്ക് ഈ വാഹനം ചെയ്താൽ മതി. സർവീസ് കോസ്റ്റിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. പക്ഷെ നമുക്ക് ഇതിനകത്ത് വേറൊരു വരുന്നത് വെച്ചാൽ നമുക്കിതിൻ്റെ പല പാർട്സുകളും നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന പാർട്സുകളാണ്. അതിനകത്ത് നമുക്ക് പാർട്സിൻ്റെ കോസ്റ്റ്, ചില സാധനങ്ങൾ സെൻസർ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് കോസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഇപ്പം മാരുതി വാഹനമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള റെനോ അങ്ങനെയുള്ള രീതിയിലുള്ള വാഹനങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ അതുമായിട്ട് വെച്ച് നോക്കി കഴിഞ്ഞാൽ പാർട്സിൻ്റെ കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. നമ്മൾ ഇത്രയും ഒരു പ്രൈസ് നോക്കി എടുക്കുന്ന സമയത്ത് നമുക്കൊരു പാർട്സ് കോസ്റ്റ് വലിയ ഒരു പ്രശ്നമായിട്ട് വരാൻ സാധ്യതയില്ല. കാരണം വോക്സ്വാഗൺ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ മൈലേജിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പാർട്സിൻ്റെ കോസ്റ്റ് കാര്യത്തിലോ ഒരു പ്രശ്നമുള്ള ആളായിരിക്കത്തില്ല ഈ വോക്സ്വാഗൺ വാഹനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഒരു ബെസ്റ്റായിട്ടുള്ള ഡ്രൈവാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് പല വാഹനങ്ങളും ഓടിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു വാഹനമായിട്ട് തന്നെ പറയാൻ പറ്റുന്നൊരു വാഹനമാണ് വോക്സ്വാഗൻ്റെ ടൈഗൂൺ. നമുക്ക് ഈ വാഹനത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമുക്ക് ഷോറൂമിലെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഞാൻ ഈ വാഹനത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് വീഡിയോയിൽ നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തെങ്കിലും വ്യത്യാസം വരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.